ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. വെള്ളക്കടല വെച്ചുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 7-8 മണിക്കൂറൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് കേട്ടോ. ഇത് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം. ഇനി ആ കടല നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 2-3 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പച്ചമുളക് എന്ന് പറഞ്ഞെങ്കിൽ 2 പഴുത്തിട്ടുണ്ട് ഗൈസ്, സാരില്ല. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് കടല മുങ്ങി കിടക്കുന്ന വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കടലയുടെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്കത് കുക്കർ മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ടൊരു 4-5 വിസിൽ കൂടി വന്ന ശേഷം മാത്രമേ ഗ്യാസ് ഓഫ് ചെയ്യാവൂ കേട്ടോ. എന്നാലേ കടല നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. നല്ലോണം വെന്ത കടലയാണ് ടേസ്റ്റും ഉണ്ടാവുക കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് കേട്ടോ. കടലക്കറിക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ പൊട്ട് പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം കടല വെന്തിക്കണോന്ന്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള തട്ടി കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ സവാളയൊക്കെ നല്ല സോഫ്റ്റായി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം. ഇനി ആ സവാളയിലും എണ്ണയിലൊക്കെ കിടന്നിട്ട് ആ പൊടികൾ നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വന്ന ശേഷം മാത്രം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവൂ. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ഇടയിലൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വരണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. വളരെ കുറച്ച് വെള്ളം, തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കൊന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് നമ്മുടെ മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളത്തോടെ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ കടലയും മസാലയും നമ്മളിപ്പോൾ ഒരു ബന്ധമില്ലാത്ത പോലെയല്ലേ ഇരിക്കണേ. അപ്പോൾ നമുക്ക് അതിനൊരു ബന്ധം ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശേഷം നമുക്കിതിനൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ കുറുകിയ ചാറായിട്ടത് ഉണ്ടാവുക. അപ്പോൾ ഇടയിലൊന്ന് മൂടി തുറക്കുകയോ ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പോണെന്ന് വെച്ചാൽ ഇടയിൽ എന്തായാലും വന്ന് ഇളക്കി കൊടുക്കണേ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
ഇപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് വെള്ളത്തിലൊന്നും ഈ കറി ഉണ്ടാക്കിയെടുക്കരുത്. ഇതുപോലെ കുറുകിയ ചാറായിട്ട് വേണം കറി എടുക്കാൻ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ മറന്നു പോവും. ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. എനിക്കിത് അപ്പത്തിൻ്റെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ വെള്ളക്കടലിനോട് ചില ആൾക്കാർക്ക് ഒരു ഇഷ്ടക്കുറവുണ്ട്. അങ്ങനെയുള്ളവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. കിടിലൻ ടേസ്റ്റാണ്, എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല. വെറുതെ പറയില്ല, എന്തായാലും ഇഷ്ടമാവും. ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ടുള്ള റെസിപ്പീസ് ഒന്നും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരൂല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.